മലയാളത്തിലെ അറിയപ്പെടുന്ന സിനിമ റിവ്യൂവർമാരിൽ ഒരാളാണ് അശ്വന്ത് കോക്ക്. യൂട്യൂബിലും മറ്റു സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയുമൊക്കെയാണ് റിവ്യൂ വീഡിയോകൾ ചെയ്യുന്നത്. റിവ്യൂകളുമായി ബന്ധപ്പെട്ട് ഇതിനോടകം തന്നെ നിരവധി വിമർശനങ്ങളും അശ്വന്ത് കോക്ക് ഏറ്റുവാങ്ങിയിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ കർണാടകയിൽ മണ്ണിടിച്ചിലിൽപ്പെട്ട് അർജുനെ കണ്ടെത്തുന്നതിന്റെ ഭാഗമായി രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന രഞ്ജിത്ത് ഇസ്രായേലിനെ പരിഹസിച്ച് രംഗത്ത് വന്നിരിക്കുകയാണ് അശ്വന്ത് കോക്ക്. ഫേസ്ബുക്കിലൂടെയാണ് അശ്വന്ത് കോക്കിന്റെ അധിക്ഷേപം. ഇതിനെതിരെ നിരവധി പേർ അശ്വന്ത് കോക്കിനെ വിമർശിച്ച് രംഗത്തെത്തിയിട്ടുമുണ്ട്. ഞാൻ രഞ്ജിത്ത് ഫലസ്തീൻ, ഞാനിപ്പോൾ ഇങ്ങ് മറിച്ചിടിഞ്ഞാൻ എന്നാണ് അശ്വന്ത് കോക്ക് ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുന്നത്. അവൻ സമൂഹത്തിന് എന്തെങ്കിലും ഉപകാരം ചെയ്യുന്നുണ്ടെന്ന് വെക്കാം. നീയോ എന്ത് സാമൂഹിക പ്രതിബദ്ധതയാണ് നീ കാണിക്കുന്നത്? നീ വാസ്തവത്തിൽ ഈ സമൂഹത്തിലെ വെറും മാലിന്യമാണ് എന്നിങ്ങനെ നിരവധി കമന്റുകളാണ് ഈ പോസ്റ്റിന് താഴെ വന്നിരിക്കുന്നത്. ഒരാൾ പോലും പോസ്റ്റിനെ അനുകൂലിച്ച് വന്നിട്ടില്ലെന്നതും ശ്രദ്ധേയമാണ്. മണ്ണിടിച്ചിലിൽപ്പെട്ട് മലയാളിയായ അർജുനെ കാണാതായിട്ട് 9 ദിവസങ്ങൾ പിന്നിടുമ്പോൾ പ്രാർത്ഥനയോടെയാണ് ഓരോ മലയാളികളും കഴിച്ചുകൂട്ടുന്നത്. ഈ സാഹചര്യത്തിലാണ് മനുഷ്യത്വരഹിതമായ രീതിയിലുള്ള അശ്വന്ത് കോക്കിന്റെ ഈ പ്രസ്താവന. സിനിമ റിവ്യൂവുമായി ബന്ധപ്പെട്ട് മാരിവില്യൻ ഗോപുരങ്ങൾ എന്ന സിനിമയുടെ നിർമ്മാതാവായ സിയാദ് കോക്കർ റിവ്യൂ ബോംബിങ്ങിനെതിരെ പരാതി നൽകിയിരുന്നു. ടർബോ സിനിമയുടെ ടൈറ്റിൽ കാർഡ് ഉപയോഗിച്ചതിന് മമ്മൂട്ടിയുടെ ഉടമസ്ഥതയിലുള്ള മമ്മൂട്ടി കമ്പനിയും പകർപ്പവകാശ ലംഘനം ചൂണ്ടിക്കാട്ടി രംഗത്ത് വന്നിരുന്നു. നിരവധി വിമർശനങ്ങളും പരാതികളും സ്വന്തമായുള്ള അശ്വന്ത് കോക്കിനെ പോലുള്ള ഒരാൾ രഞ്ജിത്ത് ഇസ്രായേലിനെ പോലുള്ളവരെ വിമർശിക്കാൻ എന്ത് യോഗ്യതയാണുള്ളതെന്നാണ് സോഷ്യൽ മീഡിയ ഒന്നടങ്കം ചോദിക്കുന്നത്.